അപ്പൊ ഇദ്ദേഹം വന്നപ്പം വി സ്പോക്ക് ഫോർ എ വൈൽ. എന്നെ കണ്ടോണ്ട് എണീറ്റു. അപ്പൊ ഐ വാസ് ക്വൈറ്റ്, ഒരു സ്ത്രീ റൂമിലേക്ക് വരുമ്പം അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ട്, അത് പണ്ടൊക്കെ നമ്മളെ ആ നേരെ കാലത്ത് തിരിച്ചല്ലേ? സോ റെസ്പെക്ട്ഫുൾ, അത് പറയാതെ പറ്റൂല. ഇറ്റ്സ് വെരി റെസ്പെക്ട്ഫുൾ ടു നോട്ട് ടു ലേഡീസ്, ടു ജനറൽ ഹ്യൂമൻ ബീങ്സ്. അപ്പൊ അത് എന്നെ ഭയങ്കരമായിട്ട് ഐ ഫെൽറ്റ് സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. രണ്ടാമത് എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിലെ അച്ഛനും ബ്രദറും ഒന്നും ആ സമയത്തൊന്നും ഒട്ടും ഡ്രിങ്കിങ് സ്മോക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഐ വാസ് ലിറ്റിൽ കൺസേൺ. അയ്യോ, എനിക്ക് ഇപ്പം ലൊക്കേഷനിൽ തന്നെ എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ തന്നെ സ്മോക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ തല അവരുടെ വീട്ടില്, അയ്യോ പാവം ഭാര്യ, ആ കുട്ടി, അങ്ങനെയൊക്കെ പോകും എൻ്റെ മനസ്സ്. ആൻഡ് ഐ ഗോ ടു ദം ആൻഡ് സേ, ചേട്ടാ പ്ലീസ് ചേട്ടാ വലിക്കല്ലേ ചേട്ടാ, കുറച്ച് കൊണ്ടുവരണം, നല്ലതല്ലല്ലോ എന്നൊക്കെ ഞാൻ അന്നേ ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോഴേ ഇതൊക്കെ പറയും. സോ ഐ വാസ് ലിറ്ററലി കൺസേൺഡ്. അയ്യോ ഇത് ആ കഥ ഞാൻ പിന്നെ പറയാം. അപ്പം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, രണ്ടാമത്തെ പോയിന്റും വാസ് റെഡി. പിന്നെ ഐ വാസ് എബൌട്ട് ടു ടെൽ ഹിം ഞാൻ എൻ്റെ, അപ്പം ദ ഡയലോഗ് വാട്ട് ഹി സെഡ്, അപ്പം ആ സമയത്ത് പറഞ്ഞത്, വാട്ട് എവർ യു ആർ ഡൂയിങ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് യുവർ ലൈഫ്, യു വിൽ, ഐ ഹാവ് നോ പ്രോബ്ലം വിത്ത് ദാറ്റ്, ഐ വിൽ കണ്ടിന്യൂ ഫോർ എവർ. അപ്പം പല സമയത്തും ജീവിതത്തിൽ പലരും അതൊരു ഡയലോഗായിട്ട് മാത്രം ആണ് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ താങ്ക്സ് ടു ഹിം ആൻഡ് ടു ദ ഫാമിലി ഓൾസോ, ഒരു രീതിയിലും എനിക്കൊരു ഇൻ്റർഫിയറൻസ് ഒരു ലൈഫിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് എൻ്റെ പ്രൊഫഷണലി ഒരു കാര്യത്തിനും. അപ്പം ആ ഒരു ഡെഫിനറ്റ്ലി ആ ക്രെഡിറ്റ് ഞാൻ അദ്ദേഹത്തിന് തന്നെ കൊടുക്കേണ്ടി വരും. Life changes at Catalyst Education.